ഹലോ നമസ്കാരം. ആനന്ദൻ കാട് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് ആനന്ദൻ കാട്. അനന്തപുരി നമ്മുടെ ട്രിവാൻഡ്രം തിരുവനന്തപുരം അനന്തപുരി പണ്ടൊരു കാടായിരുന്നു. ആ കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട്, സിംഹങ്ങളുണ്ട്, മയിലുണ്ട്, ആ, മാനുണ്ട്. ഇവർക്കൊക്കെ പേടി എന്തിനാണെന്നറിയോ? നാഗത്തിനെയാണ് പേടി. സർപ്പത്തിന് ഭയങ്കര പേടി അവർക്കൊക്കെ. ഈ സർപ്പം പേടിക്കുന്നത് എന്തിനാ? പാമ്പ് പേടിക്കുന്നത് കീരിനെയാണ്. കീരി പേടിക്കുന്നത് എന്തിനാ? വേടനെയാണ്. വേടൻ പേടിക്കുന്നത് എന്തിനാ? ഫ്രം ദ റൈറ്റർ ഓഫ് ടിയാൻ. അങ്ങനെയാണ് എനിക്ക് പറയാൻ ഇഷ്ടം. ടിയാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. പുള്ളിക്കാരൻ ലൂസിഫർ എഴുതിയിട്ടുണ്ട്, കമ്മാരൻ എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ബേസ് അദ്ദേഹത്തിൻ്റെ പടം മനസ്സിലാകാൻ ബുദ്ധിമുട്ട്. ടിയാനൊക്കെ ഞാൻ ഇത്ര വർഷമുള്ള പടം അറിയോ? ഞങ്ങൾ ഞങ്ങൾ ഒന്നിരണ്ടാൾ സുമയിൽ പോയി കണ്ട പടമാണ്, ഷൊണ്ണൂർ സുമ. ഒന്ന് രണ്ടു കൂടെ പടം കണ്ടത് മനസ്സിലായേ. ഇതങ്ങനെ വലിയ കൺഫ്യൂഷനൊന്നുമില്ല. മുരളി ഗോപി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഒരു എബോ എവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തിയേറ്ററിൽ പടം തന്നത്. മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പടം കണ്ടത്. പിന്നെ ആര്യയുടെ പരിപാടി നമുക്ക് നോക്കാം എന്ന് വെച്ചു. കാരണം പുള്ളിക്കാരുടെ ഇപ്പോൾ കുറേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നുമില്ല, തമിഴിലും ഇല്ല, ഇവിടെയില്ല. അപ്പോൾ എക്സൊക്കെ മിസ്റ്റർ എക്സോ ഇറങ്ങിയ പടമൊക്കെ ഭയങ്കര ബോർ പടമായി പോയി. ഭയങ്കര ഹൈപ്പുള്ള പടമായിരുന്നു. അത് അതടക്കം പാളിപ്പോയി. അപ്പോൾ ആര്യയ്ക്കൊരു കമ്പാക്കിന് വേണ്ടിയിട്ടും കൂടി നമുക്ക് ഈ പടം കാണാം എന്ന് വെച്ച് കണ്ടതാണ്. ഒരു കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്തൊരു എബോ എവറേജ് എക്സ്പീരിയൻസ്. കാരണം അത് ഗംഭീര പടം എന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. നല്ല കിട്ടിയ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ഇതിൻ്റെ ജയൻ കൃഷ്ണകുമാർ നമ്മുടെ ടിയാൻ്റെ സെയിം ടീമാണ്. പുള്ളിക്കാരൻ ടിയാന് പുറമെ കോളേജ് ഡേയ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്, മേക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പാളിയിട്ടുള്ളത് ഇതിൻ്റെ എഡിറ്റർ രോഹിത് വി എസ് വാര്യത്തിന് കണ്ടു. ഇത് രോഹിത് വി എസ് ആണെങ്കിൽ അത് ആവാതിരിക്കട്ടെ എന്നെ പ്രാർത്ഥന. രോഹിത് വി എസ് നമ്മുടെ ആസിഫിൻ്റെ ഒക്കെ മെയിനാണല്ലേ, നമ്മുടെ ഇബിലീസ് ഓമനക്കുട്ടനൊക്കെ മേക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതേ എഡിറ്റർ കൂടിയാണ്. അദ്ദേഹമാണ് എഡിറ്ററെങ്കിൽ പാളി പോയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഫാസ്റ്റ് പടം. ക്യാമറ അങ്ങോട്ട് വെച്ച് ആക്ഷൻ അങ്ങോട്ട് പറയുന്ന സമയത്ത് പെർഫോമൻസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ എഡിറ്റർ കാണുന്നില്ല എനിക്ക് തോന്നി. കാരണം ഭയങ്കര ഫാസ്റ്റ്, ഭയങ്കരമായിട്ട്. കാരണം 2.25 മണിക്കൂർ പടമുണ്ട്. ഇത് 3 മണിക്കൂർ ആവുന്ന പേടിച്ചിട്ടാണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പടം നിങ്ങൾ മെല്ലെ പറഞ്ഞു പോയാൽ മതി, ഞങ്ങൾ പടം കണ്ടോളാം. അതെനിക്ക് എഡിറ്റിങ്ങിൽ കുറച്ച് പാളിച്ച് തോന്നി. ഇതിൻ്റെ മ്യൂസിക് നല്ല കിടലായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാന്താരയുടെയൊക്കെ ചെയ്ത ആളാട്ടോ, അജിനേഷാണ് തോന്നുന്നത്. കാന്താരയുടെയൊക്കെ ആളാണ്, അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ വൈക്കം വിജയലക്ഷ്മി പാടുന്നൊരു പാട്ടുണ്ട്, അത് കിടിലായിരുന്നു. ഒരു പോയാണ്, നമ്മൾ കേട്ടിട്ടുള്ള പോയാണ്, ഞാൻ പറയുന്നില്ല, കാണാം. അതൊക്കെ സെക്കൻഡ് ഹാഫിൽ നന്നായി അവർ പ്ലേസ് ചെയ്തിട്ടുള്ള രീതി അടിപൊളി. കാരണം ഒരു സീൻ ടു സീൻ ബൈ ഇങ്ങനെ കാണിച്ച് പോകുന്ന സീൻ പരിപാടി. അത് പലപ്പോഴും ലൂസിഫറിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ലൂസിഫറിൽ നമ്മുടെ ലാലേട്ടൻ പാടില്ലേ, ലാലേട്ടനല്ല, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ വരിക സാഹചര്യം എന്നുള്ളത് അത് പ്ലേസ് ചെയ്തിട്ടുള്ള രീതിയാണത്. അംശി സാറിൻ്റെ ഒരു പോയാണ്, ഒരു വരികളാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ള രീതി അടിപൊളിയാണ്. ദ സെയിം പരിപാടി ഇതിൽ വൈക്കം വിജയലക്ഷ്മി ഇതിൽ പാടിയിട്ടുണ്ട്. നല്ല കിഡിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു 4 മിനിറ്റ്. അടിപൊളി, നല്ല വിഷ്വൽ. കാരണം ഇതിങ്ങനെ പോയിട്ട് ഓരോ സീൻ ബൈ സീൻസ് ഇങ്ങനെ ആ സിനിമയെ ഭയങ്കര കൺട്രോൾ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു ഇതിൽ. പിന്നെ ഇതിൽ ഇന്ദ്രൻസ് ചേട്ടൻ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഇന്ദ്രൻസ് ഉണ്ട്, മുരളിഗോപി ഉണ്ട്, സാബുമോനുണ്ട്, ശരത്തപ്പാനയുണ്ട്, പിന്നെ നമ്മുടെ അഞ്ജലി ഉണ്ട്, നിഖില വിമലുണ്ട്. ഭയങ്കര കാസ്റ്റിംഗ്. അത്ര കാസ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് ഈ സിനിമയിൽ. ഇങ്ങനെ മുരളിഗോപിയാണ് ആക്ടർ എന്നില്ല, പല സമയത്ത് ആര്യാണ് ഇതിൽ ആക്ടർ. ഞാൻ ഈ പടം തുടങ്ങുന്നത്, ഇത് വലിയ ലെയറിലുള്ള പടം. കാരണം ഇത് ഒരുപാട് ബഡ്ജറ്റ് ഉണ്ട്. ഇതിൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് വിനോദ് കുമാർ, പുള്ളിക്കാരൻ ഏതൊരു കമ്പനിയുടെ CEO ആണ്. നല്ല പൈസ ഇറക്കിയിട്ടുണ്ട് കേട്ടോ പടത്തിന്. ഇതിൻ്റെ ആർട്ട് വർക്ക് കുറച്ചുകൂടിയും ഡെവലപ്പ് ചെയ്യണം. കാരണം ഇതിൽ ഈ കാടുകളൊക്കെ ബംഗ്ലാവൊക്കെ കാണിക്കുമ്പോൾ, ബംഗ്ലാവ് തെറ്റിയിട്ടില്ലല്ലോ, ഈ ബംഗ്ലാവ് കാണിക്കുമ്പോൾ അത് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് പല സീനുകളും തോന്നി. ബംഗ്ലാവ് മാത്രമല്ല, പക്ഷേ നന്നായിട്ടുണ്ട് പല സീൻസിൽ. പ്രത്യേകിച്ച് ആ ചെങ്കൽ ചൂളയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ചൂള എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആ അങ്ങാടിപ്പിരിവിടെയൊക്കെ നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്, ആർട്ട് ഡയറക്ടർ പിടിച്ചിട്ടുണ്ട്. പക്ഷേ 1-2 മിസ്റ്റേക്കുകൾ തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയതാണ്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായി തോന്നി ആർട്ട് വർക്ക്. അത് ഞാൻ ഓക്കെ പോട്ടെ, വലിയ സംഭവമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ ഇതിൽ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ മുരളിഗോപി ഫസ്റ്റ് പടം തുടങ്ങുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ഗോവയാണ്. സംഭവം ഗോവയല്ല, കാരണം ഗോവ കണ്ടാൽ നമുക്കറിയാം ഗോവയല്ല. ഏതോ ഒരു ബീച്ചിൽ തീരത്തിട്ടൊരു പരിപാടിയാണ്. സാഗർ സൂര്യ, നമ്മുടെ സാഗറില്ലേ, ബിഗ് ബോസ് ഫെയിം സാഗർ, പണിയിലെ ആക്ടർ, പുള്ളിക്കാരാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണിച്ചിട്ട് അദ്ദേഹത്തിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ആ സാഗറിനെ കാണിക്കുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കുറച്ച് ഗോവ കാണിക്കുന്നുണ്ട്. പിന്നെ ധനുഷ്കോടി ഉണ്ട്, രാജസ്ഥാൻ മരുഭൂമി, ആ മണലേറ്റി വിട്ട രാജസ്ഥാൻ മരുഭൂമിയിൽ ആണ് ക്ലൈമാക്സ്. അതൊക്കെ ഇടലായിരുന്നു. അപ്പോൾ ഇത്
കാണിക്കുന്ന സമയം ശ്രീലങ്ക കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിയുന്നവരൊക്കെ അറിയാൻ പറ്റുന്നത് LTT ലിബറേഷൻ ടൈഗേഴ്സ് തമിഴ് ലീഡർ നമ്മൾ പഠിച്ചിട്ടില്ല പണ്ട്. നമ്മുടെ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഈ പറഞ്ഞാൽ വല്ലതും സംഭവിക്കുമെന്ന് അറിയില്ല. ഇവിടെ പ്രഭാകരൻ പുള്ളിക്കാരനെ ഫേസ് കാണിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇടതും വലതും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും അല്ല. ഇവിടെ ഒരു LTT പരിപാടി ഇവിടെ അല്ലെങ്കിൽ ആ ഒരു 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 അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ പടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഇന്ത്യയുടെ ഈ വടക്ക് ഭാഗത്ത് ഈ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം എന്നൊക്കെ അതിലൂടെ പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഈ ഇതിനെ അംഗീകരിക്കുന്നില്ല. അതാണ് മുരളിഗോപിയുടെ ഒരു ടാലന്റ് അറിയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റിന് കൈയടിക്കൊന്നും വേണ്ട. അദ്ദേഹം പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ അദ്ദേഹം ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, പ്രതികൂലിക്കുന്നുണ്ട്. സിനിമയിലും ഡയലോഗുകളിലും. സ്ക്രിപ്റ്റ് പിന്നെ പോട്ടെ, അത് പിന്നെ നമുക്ക് നോക്കാം. പക്ഷെ സ്ക്രിപ്റ്റ് ഭയങ്കര കൺവിൻസിങ്, ഡയലോഗ്സ് ഒക്കെ കിട്ടില്ല. വിജയരാഘവൻ സാറൊക്കെ ഉണ്ട് ഇതിൽ, പുള്ളിക്കാരൻ്റെ ഡയലോഗ് കിട്ടില്ല. അപ്പോൾ മുരളിഗോപി സാർ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഭയങ്കര രസമാണ്, അത് കൺവേ ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ LTTയുടെ പരിപാടി, ലിബറൈസേഷൻ ആ LTTയുടെ ഒരു പരിപാടി, അപ്പം അതിന്ന് വന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആര്യയുടെ ക്യാരക്ടർ. ആര്യയ്ക്ക് ഒരു നല്ലൊരു കംബാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ടോട്ടൽ എല്ലാ ക്യാരക്ടറുകളും ഇതിൽ കിടിലാണ്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറുകളെ ഇതിലെല്ലാവരും ആക്ടേഴ്സാണ്, എല്ലാവരും നടന്മാരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കഥയുണ്ട്. ആ കഥയെ വളരെ നീറ്റായിട്ടാണ് കൃഷ്ണകുമാർ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആർട്ട് വർക്ക് കുറച്ച് ശ്രദ്ധിക്കണം. എഡിറ്റിങ് നൈസായി പാളിയിട്ടുണ്ട്. ഞാൻ പറയുന്ന രോഹിത് ഫേസ് ആണെങ്കിൽ ആവാതിരിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന. നന്നായിട്ട് തന്നെ പരിപാടി പാളിയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷേ ടോട്ടലി പടം കൺവേ 2.25 മണിക്കൂർ നൈസായിട്ട് മേക്ക് ചെയ്ത് ഭയങ്കര ക്വാളിറ്റി ഉള്ള പടമാണ്. ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് സെറ്റാണ്. ആര്യയ്ക്ക് വേണ്ടിയിട്ട് തന്നെ 3 ഫൈറ്റ് സിനിമയിലുണ്ട്. ആര്യയുടെ ഫൈറ്റ് തന്നെ 3 ഉണ്ട്. മാസമുണ്ട്, പിന്നെ ഭയങ്കര വയലൻസ് ആണ്, പിന്നെ ഇമോഷനുണ്ട്. ഇന്ദ്രൻസേട്ടൻ്റെ കേസ് ഞാൻ എന്താ പറയുക, ഇത് വീഡിയോ ലെങ്ത് ആയിപ്പോയി. ഇന്ദ്രൻസിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒരെണ്ണം കിഡിൽ ഇന്ദ്രൻ ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ടു വാച്ച് അനന്തൻ കാട്. താങ്ക് യു.